അപ്പോൾ അഫ്യാനസ്, വെൽക്കം ടു ലൈൻ കട്ട് അഗ്നിപരീക്ഷ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എങ്ങനെ പോകുന്നു അഗ്നിപരീക്ഷ? വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതൊരു അഗ്നിപരീക്ഷയാണല്ലോ, അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുകയാണ്. എക്സ്പെക്ട് ചെയ്തിരുന്നു ഇതുപോലെ ഇരിക്കും? ഇല്ല, ഇത്രയും പരീക്ഷണങ്ങൾ നേരിടേണ്ടവരൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഉള്ളിൽ നിന്ന് കളിക്കും. അപ്പം അത് എനിക്ക് തോന്നുന്നു അഗ്നിപരീക്ഷ ഭയങ്കര കഠിനമായിട്ട് നമ്മൾ അത്രയും അവർ മോൾഡ് ചെയ്ത് എടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് അത്രയും എലിജിബിൾ ആയവർ കയറ്റുക. അപ്പം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് എത്ര മോൾഡായി, ഏകദേശം എത്ര പെർസെന്റേജ് മോൾഡായി? ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 50% മോൾഡ് ആയിട്ടുണ്ട്. ഇനി ഒരു 50%. യെസ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ 50% അവസ്ഥ? 50% അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ ഇനി എങ്ങനെയാണ്, ഇനിയിപ്പോൾ നാളെ ബിഗ് ബോസിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കയറേണ്ട അവസ്ഥ വന്നല്ലോ, ഉറപ്പായിട്ടും കയറണം. അങ്ങനെ കയറേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ജഡ്ജസിന്റെ ബേഷ കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. ദിവസം പ്രതി ഞങ്ങൾ ഈ 2 വീതം മരുന്ന് വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ ഔട്ട് ഹൗസിൽ നിന്ന് മാറാൻ സമയമുണ്ടോ? ഔട്ട് ഹൗസിൽ നിന്ന് മാറും വരും. ആ ഒരു ഞങ്ങൾ പ്രതീക്ഷ കൊടുക്കും. പിന്നെ ഔട്ട് ആവില്ല ചേച്ചി. ആണല്ലേ? ആവില്ല. ഉറപ്പാണ് ആവില്ല. ബിഗ് ബോസ് ഞാൻ ഇവിടെ വരുന്ന എല്ലാരോടും ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യം ചോദിക്കാം. ബിഗ് ബോസ് ഹൗസിൽ കയറ്റാൻ മാത്രം എന്താ ഉള്ളത്? ബിഗ് ബോസ് ഹൗസിൽ കയറ്റാൻ മാത്രം ഞാൻ എല്ലാവരെക്കാളും വ്യത്യസ്തമാണെന്നുള്ള ക്ലീശ ആൻസർ ഞാൻ തന്ന ചേച്ചിക്ക് ബോറടിക്കും. അപ്പൊ ആ ക്ലീശ ആൻസറിന് ഞാൻ ചോദിക്കും, എന്താണ് വ്യത്യസ്തതാണ് എന്ന് വെച്ചാൽ പുറത്ത് ഇപ്പം എന്നെ അറിയാവുന്നവര് പുറത്ത് ചിലവരൊക്കെ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്ത് കഴിവാണുള്ളത്. അപ്പൊ ഈ ചോദിക്കുന്ന ഇടയിൽ ഇത് എനിക്കൊരു വാശിയായിട്ട് എടുത്ത് എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ ഒരാളെ എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നാളെ ലോകത്തിൽ ഈ ജനങ്ങളൊക്കെ അറിയാന്നുള്ളത് എന്റെ ഒരു ആവശ്യം. ഇത്തിരി മുമ്പ് പറഞ്ഞത് കഴിവുകളെ പറ്റിട്ടല്ലേ? അത് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മൊത്തം കൺഫ്യൂഷൻ. എന്തായാലും അഫ്യാനാസിന്റെ ആവശ്യം ജഡ്ജസിന്റെയും നാട്ടുകാരെ അനാവശ്യമാവാതിരിക്കട്ടെ. ഒരിക്കലും ആവില്ല. ബിഗ് ബോസ് ഹൗസിൽ പോകും, ഉറപ്പായിട്ടും. ഓക്കെ, ഹൗസിൽ പോയിട്ട് എന്തായിരിക്കും സ്ട്രാറ്റജി ഇപ്പൊ പറയണോ ചേച്ചി? ഉറപ്പായിട്ടും പറയണം. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ വോട്ട് ചെയ്യുള്ളൂ. അതെ. ഹൗസിൽ പോയിട്ടുള്ള മെയിൻ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സീസണായിട്ട് എല്ലാവരെയും കാണുന്നവരാണ്. നമ്മൾ എല്ലാവരെയും കാണും. ഓർത്തിട്ട് ഉത്തരം പറയണം. അതെ. മൈ ഹുക്ക് പോയിന്റ് മെയിൻ ഇസ് ദാറ്റ് എനിക്ക് എന്റെ ഐഡിയോളജീസ് പറയാൻ ഒരു വേദി വേണം ചേച്ചി. അത് അഫ്യാനസിന്റെ ആവശ്യം, എന്റെ ആവശ്യം, നമ്മുടെ ആവശ്യമല്ല. അല്ല. അപ്പൊ നമുക്ക് അഫ്യാനസിനെ കാണാൻ എന്തുകൊണ്ട് തോന്നണം? എന്നെ കാണാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഐഡിയോളജീസ് പറയാൻ എനിക്കൊരു വേദി വേണമെന്ന്. അതെ. അപ്പൊ നാളെ ഇത് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓഡിയൻസിനെ നമ്മളെ കണക്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അതല്ലേ ചേച്ചി? ഞാൻ നേരെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ഉത്തരം പറയാൻ ഇല്ലാത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത ആളാണോ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത് എന്നുള്ള ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് ഉത്തരം പറയും എന്നുള്ള കാര്യം അവർ തിരിച്ച് പറയേണ്ടി. അതെ. മനസ്സിലായി. അപ്പൊ ഹൗസിൽ പോയി എത്ര ദിവസം നിൽക്കും? ഹൗസിൽ പോയി ഓഫ് കോഴ്സ് 100 days നിൽക്കും. വിന്നറാവും. ഉറപ്പ്. ആയില്ലെങ്കിൽ ചേച്ചി വിന്നർ ആയില്ലെങ്കിലും 100 days നിൽക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. നിൽക്കും. അതിനുള്ള കപ്പാബിലിറ്റി എനിക്ക് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും അഫ്യാനസ് ഹൗസിൽ പോട്ടെ, വിന്നർ ആവട്ടെ. ആവും. അത് കഴിഞ്ഞിട്ട് ചേച്ചിനായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ വേണം ലൈൻ കട്ടിൽ. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചേച്ചിനോടൊന്നും ചോദിക്കാനില്ല, പറയാനുണ്ട്. ലൈക്ക് ഞാൻ ചേച്ചിനെ കുറച്ചായിട്ടാണ് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. ലാസ്റ്റത്തെ ഇന്റർവ്യൂസിനൊക്കെ ലൈക്ക് ഭയങ്കര ബോൾഡാണ്. ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്. ആണല്ലേ? ഡെയിലി ഓരോന്ന് വെച്ച് തരണേ. ഡെയിലി അതെ, ഇതുപോലെ എല്ലാരും വന്ന് എന്നെ പുകഴ്ത്തുന്നുണ്ടല്ലോ. വെറുതെ പറഞ്ഞില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കണ്ടപ്പോൾ തന്നെ അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം എനിക്ക് തിരിച്ചിറങ്ങുമ്പോഴും എനിക്ക് ചേച്ചിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞ ഈ എന്റെ ഐഡിയോളജീസ് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യമൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ തിരിച്ച് 100 days കഴിയുമ്പോൾ ചോദിക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.